ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ഒരു ഫ്രോക്ക് മോഡൽ നൈറ്റിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു കട്ടിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഫ്രില്ലിൻ്റെ ആ പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രില്ലിനായിട്ട് നമ്മൾ 3 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഫ്രണ്ടിലേക്ക് കൊടുക്കാം, ഒന്ന് ബാക്കിലേക്ക് കൊടുക്കാം. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഒരെണ്ണം വരുന്നുണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹാഫായിട്ടാണ് ഇത് മടങ്ങി കിടക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ സെൻറ്റർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ സെൻറ്റർ വെച്ചിട്ട് ഇതിനെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് ഫ്രണ്ടിലേക്കും കൊടുക്കാം, സെക്കൻഡ് പീസ് നമുക്ക് ബാക്കിലേക്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ഈ ഒരു ഫുൾ പോർഷനും നമ്മളിപ്പോൾ ഹാഫായിട്ട് കട്ട് ചെയ്തില്ലേ, അതും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ ആ ഫുൾ പീസ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മളൊരു ഹാഫായിട്ടൊരു പീസ് കട്ട് ചെയ്തില്ലേ, അത് ജസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് പറഞ്ഞ പോലെ വെച്ച് കൊടുക്കുക കേട്ടോ. രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് അരികൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിലേക്കുള്ള പോർഷൻ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ 2 പീസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ലൊരു ലെങ്ത് ആയിട്ടൊരു പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഫ്രില്ലിനുള്ളത് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഫ്രില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഫ്രില്ല് വെച്ച് കൊടുക്കണമെങ്കിൽ അതുപോലെയും ചെയ്ത് കൊടുക്കാം, അതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഞാൻ എന്തായാലും ഇതുപോലെ ഫ്രില്ല് ചെയ്യുന്നില്ല, ജസ്റ്റ് മുകളിൽ കൂടി ഒന്ന് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ആ ത്രെഡ് വലിച്ചിട്ട് ചുരുക്കുണ്ടാക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ചെയ്യാനായിട്ട് നല്ല കൂടിയ കാണിയിൽ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം മുകളിൽ കൂടി ഒന്ന് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ലോങ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമല്ലോ, തയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് ലെങ്ത്തിൽ ഇതുപോലെ നൂല് വേണം കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു നൂല്, ഇതിൽ 2 നൂലുണ്ടാവും, അതിലൊരു നൂല് ആണ് നമ്മൾ പിടിച്ച് വലിക്കുക ഫ്രില്ലിടാനായിട്ട്. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവസാനവും കുറച്ച് ലെങ്ത്തിൽ നൂലിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, ഇവിടെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ച് നൂല് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ, കുറച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് നൂല് കട്ട് ചെയ്യാം. അതായത് എൻഡിങ്ങിലും കുറച്ച് നൂല് നമുക്കിതുപോലെ വലിക്കാനായിട്ട് വേണമെന്ന്, അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതുപോലെ 2 നൂലുണ്ടാവും ഈ ഒരു സ്റ്റിച്ചിൽ. അതിൽ ഏതെങ്കിലും ഒരു നൂല് എടുത്തിട്ട് നമുക്ക് പയ്യെ ഒന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ. ഒട്ടും ബലം പിടിച്ച് വലിക്കരുത്, ഒന്ന് പയ്യെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് ചുരുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ പയ്യെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചാൽ തന്നെ ഇതുപോലെ ചുരുക്ക് കിട്ടും. സോ അറ്റം വരെ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്തോരം ലെങ്ത്തിൽ ചുരുക്കം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് പയ്യെ വലിച്ചാൽ മതി. ഇതുപോലെ തന്നെ എൻഡിങ്ങിൽ നിന്നും നമുക്ക് വലിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിതേ പ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്ലീറ്റിൻ്റെ ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പ്ലീറ്റ്സ് നമ്മുടെ ബോഡി പോർഷനായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണോ ചെയ്യണത് ഇതുപോലെ തന്നെ ബാക്ക് സൈഡും ചെയ്ത് കൊടുക്കണം കേട്ടോ. സെയിം ഈ മെത്തേഡ് തന്നെയാണ്. ഇത് നമ്മുടെ ബോഡി പോർഷനാണ് കേട്ടോ. അതിൻ്റെ അടിവശമാണ് ഞാനിവിടെ നിവർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബോഡി പോർഷൻ്റെ നല്ല വശമാണ്. ഇനി നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്, ഇപ്പോൾ ചെയ്തെടുത്ത പ്ലീറ്റ്സ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലീറ്റ്സ്. ചെറിയൊരു ചുരുക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കണേ. അപ്പോൾ ചെറിയൊരു ചുരുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു പ്ലീറ്റ് ഈ ഒരു ബോഡി പോർഷനായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് പ്ലീറ്റിൻ്റെ നല്ല വശവും ബോഡി പോർഷനും നല്ല വശവും ഇതുപോലെ ചേർത്ത് വയ്ക്കണം. രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം
നമുക്ക് അരികത്തേക്കടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലീറ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് 1/2 ഇഞ്ചിൽ നമുക്കിത് രണ്ടും ചേർത്ത് വെച്ചിട്ട് മുകളിലേക്കടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. ഇനി നമുക്കിത് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രിൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് സൈഡും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡും ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. ഇനി അടുത്തതായിട്ട് നെക്കിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് അതിന് മാച്ചിങ് ആയിട്ടൊരു പീസ് ക്ലോത്ത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാൻവാസ്, ഫ്രണ്ട് നെക്കിൻ്റെ ക്യാൻവാസിൻ്റെ കട്ടിങ്ങും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇതിൽ പശയുള്ള ഭാഗം ഉണ്ടല്ലോ, ഇതുപോലെ ജസ്റ്റ് തിളങ്ങണ ഭാഗം ഈ ഒരു പീസ് ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചീത്ത ഭാഗത്ത് ഞാൻ ഇതുപോലെ കറക്റ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാൻവാസിനേക്കാൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അയൺ ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. ക്യാൻവാസ് നമ്മൾ ഈ ഒരു ഫേബ്രിക്കായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ നിൽക്കുന്ന ഈ ഒരു തുണി നമുക്ക് ഈ ഒരു ക്യാൻവാസിനോട് ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു 3 സൈഡും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൈഡും ഇതുപോലെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസ് എടുക്കുക. ഇത് നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശമാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഞാൻ ക്യാൻവാസിൻ്റെ സെൻറ്ററും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ക്യാൻവാസിൻ്റെ നല്ല വശവും നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ നല്ല വശവും ചേർന്ന് വരുന്ന പോലെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പോർഷനേക്കൂടെ സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ഇങ്ങനെ വന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവിടേക്ക് പോവാം. അപ്പോൾ ഇതുപോലെയാണ് ഇനി അടുത്തായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് അയൺ ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ച് ഗ്യാപ്പ് കൂടുതൽ വന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഈ ഒരു ക്യാൻവാസിനോട് തൊട്ട് ചേർന്ന് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോർണറിലൊക്കെ ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കാം കേട്ടോ. സ്റ്റിച്ചിൽ കൊള്ളാണ്ട് കട്ടിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സെൻറ്ററിൽ കൂടെയും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കോർണറിലൊക്കെ നമ്മൾ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് ചീത്ത വശത്തേക്ക് മറിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാൻവാസ് റോങ് സൈഡിലേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റോങ് സൈഡ്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ കാണിക്കാം. ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ നല്ല സൈഡ്. ഇതൊന്ന് ജസ്റ്റ് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നീറ്റായിട്ട് ഇരിക്കും കേട്ടോ. ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഈ ഒരു ഷേപ്പിലേക്ക് മടക്കി കൊടുത്ത് അടിഭാഗം ജസ്റ്റ് ഒന്ന് ഹെം ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് നെക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വരിക. കാണാലോ? ജസ്റ്റ് ഒന്ന് ഹെം ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാക്ക് സൈഡ് ഒന്ന് അയൺ ചെയ്തിട്ട് ഒന്ന് ഹെം ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഹെമ്മൊന്നും ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി അടുത്തായിട്ട് നമുക്ക് ബാക്ക് പോർഷനിലെ നെക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിലെ നെക്ക് ക്യാൻവാസ് വെച്ച് ഫിനിഷ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല ക്രോസ് പീസ് വെച്ച് ചെയ്യണമെങ്കിൽ അതുപോലെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് നെക്ക് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. നമ്മൾ ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ബാക്ക് പോർഷന് നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കാം.
ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ഇഞ്ചിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം കാണിക്കാം. നമ്മൾ ഷോൾഡർ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ നമ്മുടെ ടോപ്പ് ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശമാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് എടുക്കാം. ഈ ഒരു സ്ലീവിൻ്റെ അരികുവശം മടക്കി അടിക്കുന്നുണ്ടെങ്കിൽ അരികുവശം ആദ്യം മടക്കി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഈ ഒരു ഷോൾഡർ ജോയിൻറ്റും നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററും കറക്റ്റ് വരുന്ന പോലെ വെച്ച് കൊടുക്കാം. രണ്ടിൻ്റെയും സെൻറ്ററും ചേർത്ത് വെച്ചതിന് ശേഷം സാധാരണ എങ്ങനെയാണോ സ്ലീവ് ജോയിൻ ചെയ്യുക അതുപോലെ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ 2 സൈഡിലും നമ്മൾ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫൈനലായിട്ട് നമുക്ക് ഈ ഒരു സൈഡൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടിവശം ഒന്ന് മടക്കിയും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം.